കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇപ്പൊ വഴിന്ന് പോയെന്ന് പറയുന്ന 50 ലക്ഷവും സീതാലക്ഷ്മിയുടെ അക്കൗണ്ടിൽ തന്നെ വന്നു കാണും. നിന്റെ അമ്മ മായരഞ്ജിനെ തോപ്പിക്കണമെന്ന് പണ്ടേ വാശിയുണ്ടായിരുന്നവളാ ഈ സീതാലക്ഷ്മി. അവളുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കും അങ്ങനെ ഒരു നാടകം അവിടെ ഹൈവേയിൽ നടന്നതും നിന്റെ അമ്മയുടെ പേരിലുള്ള ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നീണ്ടിങ്ങനെ പോകുന്നത്. ഇതൊക്കെ അപ്പച്ചി വെറുതെ കൽപ്പിച്ചു കൂട്ടി പറയുന്നതാ എന്നെ ഭ്രാന്താക്കാൻ. നിന്നെ ഇനി ഞാൻ എന്ത് ഭ്രാന്താക്കാനാ? നിന്നെ ഭ്രാന്താക്കാൻ വേണ്ടതല്ല നിന്റെ ഡാഡി ചെയ്തു വെച്ചിട്ടുണ്ട് നിന്റെ കുട്ടിക്കാലം തൊട്ട്. നീ തന്നെ ആലോചിച്ചു നോക്ക്, മറ്റു പിള്ളേരെ പോലെ നല്ലൊരു കുട്ടിക്കാലം ഉണ്ടായിട്ടുണ്ടോ നിനക്ക്? നിന്റെ അടുത്തിരുന്ന് സ്നേഹത്തോട് സംസാരിക്കാൻ നിന്റെ ഡാഡി എപ്പോഴെങ്കിലും സമയം കണ്ടെത്തിയിട്ടുണ്ടോ? ആരോടെങ്കിലും സ്നേഹത്തോടെ പെരുമാറാൻ പഠിപ്പിച്ചോ? ഇല്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നിന്റെ ജീവിതം കുളമായി. ഇതിൽ കൂടുതലൊക്കെ ഒരപ്പൻ എന്ത് സഹായം ഒരു മോക്ക് ചെയ്തു കൊടുക്കാനാ? നീ വേണമെങ്കിലേ ഒരു വണ്ടി എടുത്ത് ആ സാമിയുടെ പിറകെ പോ. ഒരുപാട് രഹസ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. നീ രഞ്ജനോട് പറഞ്ഞേക്ക് കണ്ണും പൂട്ടി ആ സാമിയെ വിശ്വസിക്കരുതെന്ന്. ആരാണ് അവനെന്ന് ആദ്യം കണ്ടുപിടിക്കും. കരുതിയിരുന്നില്ലെങ്കിലേ കുടിവെള്ളത്തിൽ വിഷം ചേർത്ത് അവൻ എല്ലാരെയും കൊല്ലും. പറഞ്ഞില്ലെന്ന് വേണ്ട. സിധു, അഡ്വക്കേറ്റ് ചന്ദ്രലേഖ വിളിച്ചിരുന്നു. അടുത്ത ദിവസം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിക്കാനായിരിക്കും. എന്തായാലും വരട്ടെ. സിദ്ധുവിന്റെ ജൂനിയർ അല്ലേ, അപ്പൊ പുലിയായിരിക്കുമെന്ന് ഉറപ്പല്ലേ? സംസാരിച്ചിട്ട് ഞാൻ സിദ്ധുവിനെ വിളിക്കാം. ഏത് പുലിയെ പിടിക്കുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്നത്? പൊന്നുമണിയുടെ വക്കീലില്ലേ ചന്ദ്രലേഖ, സിദ്ധുവിന്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ച് ആ കുട്ടി എന്നെ വിളിച്ചിരുന്നു. ആ കാര്യം ഞാൻ സിദ്ധുവിനോട് സംസാരിക്കായിരുന്നു. എന്നാ അവര് വരുന്നത്? അടുത്ത ദിവസമെന്നേ പറഞ്ഞുള്ളൂ. വരുന്നതിന് മുമ്പ് വിളിക്കും. നിന്റെ മുഖം എന്താ ഒരുമാതിരി കടന്നല് കുത്തിയ പോലെ ഇരിക്കുന്നത്? സ്വാമി എന്ന് പറയുന്നൊരു കടന്നല് ഇവിടെ പറന്ന് നടക്കല്ലേ. അക്ഷര, നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്തവരെ കുറിച്ച് പറഞ്ഞ് നമ്മുടെ സ്വസ്ഥത കളയുന്നത്? നിനക്കിഷ്ടമില്ലാത്തതുകൊണ്ട് സ്വാമിയുമായിട്ട് ഞാനിപ്പോ ഒരു അകലമിട്ടാ നിൽക്കുന്നത്. അവിടെ നിങ്ങൾക്ക് തെറ്റി. സ്വാമിയായിട്ട് നിങ്ങൾ അകലമിട്ടതല്ല, സ്വാമി നിങ്ങളിൽ നിന്നും പതിയെ ഡിറ്റാച്ച്ഡ് ആവുക. പതിയെ. മനസ്സിലായില്ല. അകന്ന് നിന്നാലല്ലേ നാളെ തിരിഞ്ഞു നിന്ന് ആയുധം പ്രയോഗിക്കാൻ കഴിയൂ. ചുമ്മാതിരി അക്ഷര, അതൊക്കെ നിന്റെ തോന്നല. നമ്മൾ പുറകോട്ട് മാറി എന്നിട്ട് മറ്റുള്ളവർ നമ്മളിൽ നിന്ന് അകന്നു പോയി എന്ന് വെറുതെ സങ്കല്പിക്കുക. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. സ്വാമി ഉടനെ ഒരു മറയൂർ യാത്ര നടത്തുന്നുണ്ടെന്ന് കേട്ടു. സ്വാമി മറയൂര് പോട്ടെ, അതിന് നിനക്കെന്താ? സ്വാമിയുടെ ഈ രഹസ്യയാത്രയ്ക്ക് പിന്നില് എന്റെ ഒരു ലക്ഷ്യമുണ്ട്. അപ്പച്ചിയാ ഇപ്പൊ എന്നോടിത് പറഞ്ഞത്. എനിക്കത് കേക്കണ്ട. കുത്തിത്തിരിപ്പും ഉന്നായ്മയും പരദൂഷണവും അതല്ലേ വാ തുറന്നാ നിന്റെ അപ്പച്ചി പറയൂ. അക്ഷര, നീ ഇനി എന്നാ നേരെയാവുന്നത്? ഞാൻ നേരെ തന്നെയാ. ഡാഡിയും സ്വാമിയും ചേർന്ന് നമ്മളിൽ നിന്ന് പലതും ഒളിക്കുന്നുണ്ട്. അപ്പച്ചി കേട്ട കാര്യങ്ങളാ പറഞ്ഞത്. സ്വാമി പോകുന്നതും ശ്രുതി മോളെ ഡാഡി രഹസ്യമായി താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാ. നിങ്ങൾ പറയാറില്ലേ ശ്രുതി മോളെ നിങ്ങളുടെ മകളാണെന്ന്? അപ്പോ നിങ്ങൾക്ക് ഡാഡിയോട് ചോദിച്ചൂടെ എന്റെ മകൾ എവിടെയാണെന്ന്? എന്റെ കുഞ്ഞിനെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണമെന്ന്? നിങ്ങൾ ആരെയും ഭയക്കുന്നേ? അത് അക്ഷര, ജയശങ്കർ സാറ് ഓരോന്ന് ചെയ്യുന്നത് നല്ലതിനല്ലേ? നല്ലതിനല്ല.
ഡാഡിയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാ ഡാഡി ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത്. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താൻ പറയണം. ഇനി അതല്ല, അവളുടെ ജീവൻ എന്തെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ നമുക്ക് അവളെ എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് കൊണ്ടുപോയി നിർത്താം. അവളുടെ പേരൻസ് ആയി നമ്മളല്ലേ കാര്യങ്ങൾ അറിയേണ്ടതും തീരുമാനിക്കേണ്ടതും, അല്ലാതെ മുത്തശ്ശനല്ലല്ലോ. അതോ നിങ്ങളുടെ കുഞ്ഞല്ലാത്തത് കൊണ്ട് അവളുടെ ജീവിതം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണോ? നീ എന്താ പറഞ്ഞത്? ശ്രുതിമോൾ എന്റെ സ്വന്തം മോളല്ലെന്നോ? പിന്നെ അവൾ ആരാ? എന്റെ കുഞ്ഞവള്, എന്റെ സ്വന്തം. നീ ലാളിച്ചതിലും കൂടുതൽ അവളെ ലാളിച്ചിട്ടുള്ളത് ഞാനല്ലേ? പാട്ടുപാടിയും കഥ പറഞ്ഞു ഉറക്കിയിട്ടുള്ളത് ഞാനല്ലേ? എന്നിട്ട് നിനക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? സോറി, ഞാൻ എന്റെ വിഷമം കൊണ്ട്. ഞാൻ സംസാരിക്കാം. മോളെ നമുക്ക് കൊണ്ടുവരാം. എന്നിട്ട് നിനക്കും എനിക്കും കൺവീനിയന്റ് ആയ ഒരു സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാം. നിന്റെ ഉള്ളിൽ ഒരമ്മയുടെ ഹൃദയം ഇത്രയും ആർത്തലച്ച് കരയുന്നുണ്ടെന്ന് സത്യത്തിൽ എനിക്കിപ്പോഴാ മനസ്സിലായത്. നീ ഇവിടെ വന്ന് നിൽക്കണോ പ്രേമേ? എന്താ? എനിക്ക് നല്ല വിശപ്പ്. കഴിക്കാൻ എന്തെങ്കിലും എടുത്തതാ. ഒന്ന് സമാധാനപ്പെടും മനുഷ്യ, ഇതിപ്പോ തീരും. അല്ല പ്രേമേ, സില്ലുമോള് രണ്ടും കൽപ്പിച്ചല്ലേ? എന്ത്? അല്ല, തിരിച്ചു വരുന്നില്ല എന്ന കാര്യത്തിൽ. വരണമെന്ന് പറയാനല്ലേ നമുക്ക് കഴിയൂ. അറിയാലോ അവളുടെ വാശി. സിദ്ധുവിന്റെ തീരുമാനം പോലെ ഇരിക്കും അവളുടെ തിരിച്ചു വരവും. കുഞ്ഞളിയനെ അങ്ങനെ എല്ലാരും ചേർന്ന് വരിഞ്ഞു മുറുക്കേണ്ട കാര്യമൊന്നുമില്ല. ചുമ്മാതെ വാശി കാണിച്ച് അവരവർ തന്നെ സ്വയം തോൽക്കുന്നു, അത്ര തന്നെ. സിദ്ധുവിന് നല്ലൊരാലോചന എന്റെ മനസ്സിലുണ്ട്. അത് നടക്കുമെന്ന് എന്റെ മനസ്സ് പറയും. മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന് വല്ലതും തടഞ്ഞോ? എന്തിനാ മാട്രിമോണിയൽ സൈറ്റ്?